പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ സീനിയർ CPO ശരത് ലാലിനെതിരെ നടപടി. പ്രതിയായ രാഹുൽ പി ഗോപാലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ശരത് ലാലിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. രാഹുലിന്റെ സുഹൃത്തായ രാജേഷും CPOക്കെതിരെ മൊഴി നൽകി. CPOയുടെ ഫോണിലേക്ക് രാഹുൽ നിരവധി തവണ വിളിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ കാറിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി. രക്തക്കറ ഭാര്യയുടേതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രതിയെ നാട്ടിൽ തിരികെ എത്തിക്കാനുള്ള നടപടികളിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. VS രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ പോലീസ് പോലും ഒത്താശ ചെയ്തു എന്നാണോ തെളിഞ്ഞു വരുന്നത്? തുടക്കം മുതൽ പോലീസിനെതിരെ ആയിരുന്നു നികേഷ് പരാതി ഉണ്ടായിരുന്നത്. കാരണം പന്തീരാങ്കാവിലെ CI ഇക്കാര്യത്തിൽ രാഹുലിനൊപ്പമായിരുന്നു, രാഹുലിൻ്റെ തോളിൽ കൈയിട്ട് സൗഹൃദമുണ്ടാക്കി എന്നൊക്കെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ആരോപിച്ചിരുന്നു. അതിനിപ്പോൾ തെളിവായിട്ടാണിപ്പോൾ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ, നേരത്തെ ഈ അന്വേഷണത്തിൽ പിഴവ് പറ്റിയെന്ന് ആരോപിച്ച് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കൂടി, ഒരു CPയെ കൂടി, ഒരു സീനിയർ CPയെ കൂടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പന്തീരാങ്കാവ് സ്റ്റേഷനിലെ ശരത് ലാൽ എന്ന് പറയുന്ന പോലീസുകാരനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ശരത് ലാലിനെതിരെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് ഈ രാജേഷിനെയും രാഹുലിനെയും വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചു എന്നുള്ളതാണ്. രാഹുൽ പലതവണ ശരത് ലാലിനെ വിളിച്ചതിന് രാജേഷ്, ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ശരത് ലാലിൻ്റെ ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല, ഈ രാഹുലിൻ്റെ സുഹൃത്തായിട്ടുള്ള രാജേഷിനെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ രാജേഷും ഈ ശരത് ലാലിനെ കണ്ട വിവരം പറയുന്നുണ്ട്. ശരത് ലാലിനെ രാജേഷും രാഹുലും പോയി കണ്ടിരുന്നു, അവർ സംസാരിച്ചിരുന്നു, എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതിലാണ് ഈ വിദേശത്തേക്ക് കടക്കാൻ, ബംഗളൂരു വഴി കടക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ ശരത് ലാൽ നൽകി എന്ന് രാജേഷ് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകി ഇപ്പോൾ ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ്. കാരണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്ന പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ആരോപണത്തെ സാധൂകരിക്കുന്ന വിധത്തിൽ അന്വേഷണ സംഘം ചില കണ്ടെത്തലുകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ ഈ കേസിൽ നടക്കാനുള്ളത് ഈ രാഹുലിൻ്റെ അമ്മയെയും സഹോദരിയെയും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. കാരണം അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ 498 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അമ്മയ്ക്കും സഹോദരിയും ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, അവർ ആശുപത്രിയിലാണ്, അതുകൊണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ കേസിൽ ഇന്നലെ രാത്രിയോടുകൂടി രാഹുലിൻ്റെ കാർ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി അതിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നു. ആ രക്തക്കറ ഈ പെൺകുട്ടിയുടെ, രാഹുലിൻ്റെ ഭാര്യയായിട്ടുള്ള പെൺകുട്ടിയുടേതാണ് രക്തക്കറ എന്നും ഫോറൻസിക് സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാർ ഇപ്പോൾ ഉള്ളത് ഫറോക്ക് ACPയുടെ ഓഫീസിലാണ്. ഇനി രാഹുലിനെ ജർമ്മനിയിൽ നിന്ന് തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ്. നിലവിൽ ബ്ലൂ കോർണർ നോട്ടീസാണ് ഇന്റർപോൾ ഇറക്കിയിട്ടുള്ളത്. ആ ബ്ലൂ കോർണർ നോട്ടീസിൻ്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഇനിയിപ്പോൾ രാഹുൽ തിരിച്ചെത്തിയിട്ടില്ല എങ്കിൽ റെഡ് കോർണർ നോട്ടീസ് നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. റെഡ് കോർണർ നോട്ടീസ് അത്ര എളുപ്പമല്ല. കാരണം റെഡ് കോർണർ ഇറക്കണമെങ്കിൽ ആദ്യം ഈ കേസിൻ്റെ കുറ്റപത്രം തയ്യാറാക്കണം, അത് കോടതിയിൽ സമർപ്പിക്കണം, വാറണ്ട് ഇഷ്യൂ ചെയ്യണം. ഇക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തി, കേസിൻ്റെ ഗ്രാവിറ്റി ബോധ്യപ്പെടുത്തി ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് ഇറക്കണം. റെഡ് കോർണർ നോട്ടീസ് ഇറക്കാൻ കേന്ദ്ര സർക്കാർ സഹായിച്ചാൽ രാഹുലിനെ കൊണ്ടുവരിക എളുപ്പമാണ്. കാരണം റെഡ് കോർണർ നോട്ടീസ് മാത്രം മതി ജർമ്മൻ സർക്കാരിന് രാഹുലിനെ ഇന്ത്യൻ എംബസിക്ക് കൈമാറാൻ സാധിക്കും. ഇന്ത്യൻ എംബസി രാഹുലിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് പോലീസ് പോയി ജർമ്മനിയിൽ പോയി തന്നെ രാഹുലിനെ കൂട്ടിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഇത്രയുമാണ് ഇതിൽ രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ. ഏതായാലും പോലീസ് അന്വേഷണവുമായി ഊർജിതമായി മുന്നോട്ട് പോകുന്നു. രാഹുലിനെ തുടക്കത്തിൽ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവുന്നു. മാത്രമല്ല, ഈ കേസിൽ പഴുതടച്ചൊരു അന്വേഷണം ഉറപ്പുവരുത്താനും കുറ്റക്കാരായ എല്ലാവർക്കെതിരെ നടപടിയെടുക്കാനും പോലീസിന്റെ പുതിയ അന്വേഷണ സംഘം, അതായത് ഫറോക്ക് ACP സാജു K എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് സാധിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ.